എന്ന് പറയാനൊന്നും പറ്റില്ല. 4 സുഹൃത്തുക്കൾക്കൊപ്പം ഞാനുമുണ്ട്. അതൊരു ഇങ്ങനൊരു ശ്രമമാണ്. ഇങ്ങനെ സിനിമകളെ ഏതായാലും അതിന്റെ പിന്നിലുള്ള വികാരം താങ്കളാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പുതിയ ചലച്ചിത്ര സംരംഭങ്ങൾക്ക് താങ്കളുടെ സഹായവും പിന്തുണയും എപ്പോഴും ഉണ്ടാകും. എന്താണ് അടുത്ത ചിത്രം? അതിനു മുമ്പ് ഇതുകൂടെ ഒന്ന് പൂർത്തിയാകട്ടെ. ഫെബ്രുവരി 22-ാം തീയതി സെവൻ ആർട്സ് ഇന്റർനാഷണലും ഈ ഗോൾഡ് കോയിൻ എന്ന് പറയുന്ന പുതിയ സംരംഭവും ചേർന്നാണ് ഷട്ടർ തിയേറ്ററിൽ എത്തിക്കുന്നത്. ശരി. എന്നും ഇത്തരം പുതിയ സംരംഭങ്ങളെ ആശീർവദിച്ച് ശീലമുള്ള മമ്മൂക്കയുടെ എല്ലാ സഹകരണവും ഇതിനൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായും സിനിമയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയും എല്ലാ സംരംഭങ്ങൾക്കും ഞാൻ എന്നും രഞ്ജിത്തിൻ്റെ പിന്നിലുണ്ടാവും. ഞാൻ താങ്കൾക്ക് എപ്പോഴും എൻ്റെ പിന്തുണയും പ്രോത്സാഹനമുണ്ട്. അത് എന്നും വിശ്വസിക്കാം, ഇനിയും ഉണ്ടാവും. എന്താണ് അടുത്ത ചിത്രം? അടുത്ത ചിത്രം ഉണ്ണിയാറിന്റെ പ്രസിദ്ധമായ ലീലയാണ്. ലീല ഇനി പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. പറഞ്ഞോളൂ. ആ കഥ ഇതിനകം തന്നെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അത് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് DC ബുക്സ് പുസ്തകമൊക്കെ ചെയ്തപ്പോഴും സാഹിത്യ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ ഒരു കഥയായിരുന്നു ലീല. അത് സിനിമയാക്കുന്നു എന്ന് അറിഞ്ഞത് തൊട്ട് ഞാൻ അറിഞ്ഞും അറിയാതെയും തന്നെ അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ മാധ്യമങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പലരും യാഥാർത്ഥ്യമാവുന്നു എന്ന് പറയുന്ന ഈ സമയത്ത് പറയാനുള്ളൂ. അതിലെ കുട്ടിയപ്പൻ എന്ന് പറയുന്ന കുട്ടിയപ്പനെ പ്രൊട്ടഗോണിസ്റ്റ് എന്നോ അന്റഗോണിസ്റ്റ് എന്നോ വിളിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂക്കയാണ്. ഓ, വളരെ സന്തോഷം. ശ്രീ മമ്മൂട്ടിയാണ് കുട്ടിയപ്പനെ അവതരിപ്പിക്കുന്നത്. മര്യാദക്കാര്. ഏതായാലും ലീലയ്ക്കും താങ്കൾക്കും താങ്കളുടെ പുതിയ കമ്പനിക്കും എല്ലാ ആശംസകളും നേരുന്നു. മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്യുന്ന ABCയുടെ ചിത്രീകരണം പൂർത്തിയായി. ദുൽഖർ സൽമാൻ, അപർണ ഗോപിനാഥ്, ജേക്കബ് ഗ്രിഗറി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. മാർട്ടിൻ, ഹലോ, ഏതാണ് പുതിയ പടം? ABCD. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ? ഷൂട്ടിംഗ് പൂർത്തിയായോ, ആരംഭിച്ചോ? മലയാളത്തിലെ യുവ സൂപ്പർ താരമാണ് നമ്മുടെ സിനിമയുടെ നായകൻ. അതാരാണാവോ? ദുൽഖർ സൽമാൻ. ഓ, ശരി. ദുൽഖർ സൽമാൻ അറിയില്ലല്ലേ? അറിയാം, എൻ്റെ വീട്ടിലുള്ള ഒരാളാ. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞോ? കേരളത്തിലെ ഷെഡ്യൂൾ കഴിഞ്ഞു. നമുക്കിപ്പോ ഇനി എവിടെയാണ് ബാക്കിയുള്ളത്? ഇനി നമുക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലും ഷിക്കാഗോയിലും ആണ് ബാക്കി ചിത്രീകരിക്കാനുള്ളത്. അതെപ്പോഴാണ് നടക്കുന്നത്? നമ്മളതിന്റെ ലൊക്കേഷൻ പോയി കണ്ടു. അവിടെ ഇപ്പോഴത്തെ അമേരിക്കയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പൊ വളരെ തണുപ്പും മഞ്ഞുള്ള സമയമാണല്ലേ? അതെ, 3-3:30 ആകുമ്പോഴത്തേക്കും ഡേ ലൈറ്റ് പോകും. അതുകൊണ്ട് നമ്മൾ മാർച്ച് 10-ഓടുകൂടിയാണ് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി. ABCയുടെ വാർത്തകൾ ഞങ്ങളുമായി പങ്കുവെച്ച് ശ്രീ മാർട്ടിൻ പ്രക്കാട്ടിന് നന്ദി. വിനോദരംഗത്തെ പുത്തൻ വാർത്തകളുമായി ഈ ബസ് വീണ്ടും നാളെ പ്രേക്ഷകരുടെ മുന്നിലെത്തും. കാത്തിരിക്കുക. ഇനി മാതൃഭൂമി ന്യൂസിൽ ന്യൂസ് at 9. This is Mammootty signing off.